ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാമുകൾക്ക് വേണ്ടി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ ട്രാൻസ്മിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ടാമത്തെ വീഡിയോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബെൽറ്റ് ഡ്രൈവുകളെ കുറിച്ചാണ് പറഞ്ഞത്. സോ ബെൽറ്റ് ഡ്രൈവുകളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ടെർമിനോളജികളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതേപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നു. സോ നമ്മൾ ഇതിൽ പറയാൻ പോകുന്നത് ബെൽറ്റ് ഡ്രൈവുകളിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന വെലോസിറ്റി റേഷ്യോ, സ്ലിപ്പ്, ക്രീപ്പ്, പുള്ളി റേഷ്യോ പോലെയുള്ള ചില ടെർമിനോളജിയാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഈ ടെർമിനോളജീസ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകളിൽ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്ന് നോക്കാം. അതിനു മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളുടെ പുതിയ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനലിൽ ജോയിൻ ചെയ്യുക, ചാനൽ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് ബെൽറ്റ് ഡ്രൈവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടേംസ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. അപ്പം നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെലോസിറ്റി റേഷ്യോ ഓഫ് ബെൽറ്റ് ഡ്രൈവ്സ് ആണ്. അപ്പോൾ എന്താണ് ബെൽറ്റ് ഡ്രൈവ് എന്ന് നമ്മൾ പറഞ്ഞു. ബെൽറ്റ് ഉപയോഗിച്ചുകൊണ്ട് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബെൽറ്റ് ഡ്രൈവുകൾ എന്ന് പറയുക. നമ്മൾ പല ടൈപ്സ് ഓഫ് ബെൽറ്റ് ഡ്രൈവുകളെ കുറിച്ച് പറഞ്ഞു. ഇനി എന്താണ് അതിലുള്ള വെലോസിറ്റി റേഷ്യോ? സോ വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ദി വെലോസിറ്റി. വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെലോസിറ്റികൾ തമ്മിലുള്ള റേഷ്യോ ആണ് ഓഫ് ദി ഡ്രിവൺ ഷാഫ്റ്റ് ആൻഡ് ദി ഡ്രൈവർ ഷാഫ്റ്റ്. ഡ്രിവൺ ഷാഫ്റ്റിൻ്റെയും ഡ്രൈവർ ഷാഫ്റ്റിൻ്റെയും വെലോസിറ്റികൾ തമ്മിലുള്ള റേഷ്യോനെയാണ് നമ്മൾ വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞത്. അതായത് വെലോസിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഓഫ് ദി ഡ്രിവൺ ഷാഫ്റ്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ദി ഡ്രൈവർ ഷാഫ്റ്റ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഷാഫ്റ്റിന് പകരം നമുക്ക് പുള്ളീസ് യൂസ് ചെയ്യാം. പുള്ളി എന്നുള്ള ടേം ഉപയോഗിക്കാം, കാരണം ഷാഫ്റ്റ് പുള്ളിയായിട്ട് കണക്റ്റഡ് ആണ്. സോ വെലോസിറ്റി ഓഫ് ദി ഡ്രിവൺ പുള്ളി ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ദി ഡ്രൈവർ പുള്ളി. ഒരു ഡ്രൈവർ പുള്ളിയുടെ ഡയമീറ്റർ D1, ഡ്രിവൺ പുള്ളിയുടെ ഡയമീറ്റർ D2 ആണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഡ്രൈവർ പുള്ളിയുടെ സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റി N1ഉം ഡ്രിവൺ പുള്ളിയുടെ വെലോസിറ്റി N2 ആണെന്നുണ്ടെങ്കിൽ വെലോസിറ്റി റേഷ്യോ ഈസ് ഈക്വൽ ടു N2/N1 ആണ്. ശരിക്കും ഓർമ്മിക്കുക. ഇപ്പോൾ ഈ കേസ് എടുക്കുമ്പോൾ ഇത് ഡ്രൈവർ പുള്ളിയും അതേപോലെ തന്നെ ഇത് ഡ്രിവൺ പുള്ളിയാണ് എന്നുണ്ടെങ്കിൽ വെലോസിറ്റി ഓഫ് ദി ഡ്രിവൺ പുള്ളിയാണ് അല്ലെങ്കിൽ ഡ്രിവൺ ഷാഫ്റ്റ് ആണ് നമ്മൾ ആദ്യം എടുക്കുന്നത്, ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ദി ഡ്രൈവർ പുള്ളി. ഓക്കെ, സോ അതുകൊണ്ടാണ് അത് N2/N1 എന്ന് വരുന്നത്. ഇനി ഇത് ഡയമീറ്ററിന്റെ ടേംസിൽ നമ്മൾ പറയുകയാണെന്ന് വിചാരിക്കുക. ഡയമീറ്ററിന്റെ ടേംസിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ രണ്ട് പുള്ളീസും കൺസിഡർ ചെയ്യുമ്പോൾ ഇതിന്റെ മുകളിലൂടെ വരുന്ന ബെൽറ്റിന്റെ ലെങ്ത്തും ഇതിന്റെ മുകളിലൂടെ വരുന്ന ബെൽറ്റിന്റെ ലെങ്ത്തും ഒരു സ്പെസിഫിക് ടൈം ഇന്റർവെൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? സെയിം ആയിരിക്കും. ബെൽറ്റ് പാസസ് ഓവർ ദി ഡ്രൈവർ ഷാഫ്റ്റ് എന്ന് പറയുന്നത് πD1N1 എന്ന് നമുക്ക് പറയാം. ഇതേപോലെ തന്നെ πD1N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ π×D1 എന്ന് പറയുന്നത് അതിന്റെ സർക്കംഫറൻഷ്യൽ ലെങ്ത് ആണ്, ഇൻറ്റു N1. N1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര സ്പീഡിലാണോ അത് റൊട്ടേറ്റ് ചെയ്യുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു πD2N2 എന്ന് പറയാം. സോ വി ക്യാൻ റൈറ്റ് πD1N1 ഈസ് ഈക്വൽ ടു πD2N2 എന്ന് എഴുതാം. സോ അതിൽ നിന്ന് നമുക്ക് D1N1 ഈസ് ഈക്വൽ ടു D2N2 എന്ന് എഴുതാം. സോ അതെങ്ങനെ എഴുതാം? N2/N1 ഈസ് ഈക്വൽ ടു D1/D2 എന്ന് എഴുതാം. സോ N2/N1 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വെലോസിറ്റി റേഷ്യോ ആണ്. It is the ratio of velocities between the driven shaft to the driver shaft ആണ്. അപ്പോൾ ഡയമീറ്ററിന്റെ ടേംസിൽ അത് എഴുതുകയാണെങ്കിൽ അത് D1/D2 എന്നാണ് എഴുതുക. ദാറ്റ് ഈസ് ഡയമീറ്റർ ഓഫ് ദി ഡ്രൈവർ പുള്ളി ഡിവൈഡഡ് ബൈ ഡയമീറ്റർ ഓഫ് ദി ഡ്രിവൺ പുള്ളി എന്നാണ്. അപ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ട എത്രയേ ഉള്ളൂ, വെലോസിറ്റി റേഷ്യോ ഇൻ ടേംസ് ഓഫ് സ്പീഡ് പറയുമ്പോൾ N2/N1 ആണ്. ദാറ്റ് ഈസ് സ്പീഡ് ഓഫ് ദി ഡ്രിവൺ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഡ്രിവൺ പുള്ളി ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ദി ഡ്രൈവർ പുള്ളി എന്നാണ്. എന്നാൽ ഡയമീറ്ററിന്റെ ടേംസിൽ പറയുമ്പോൾ അതെന്താണ്? ഡയമീറ്റർ ഓഫ് ദ ഡ്രൈവർ പുള്ളി ഡിവൈഡഡ് ബൈ ഡയമീറ്റർ ഓഫ് ദി ഡ്രിവൺ പുള്ളിയാണ്. അത് ഓർത്തു വെക്കുക. ഇനി നമ്മൾ ഇതേപോലെ തന്നെ വെലോസിറ്റി റേഷ്യോയ്ക്ക് വേണ്ടി തിക്നെസ്സും കൂടെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. ദാറ്റ് ഈസ് N2/N1 ഈസ് ഈക്വൽ ടു D1 + T, where T is the thickness of the belt ആണ് എന്ത് T എന്നുള്ളത്, ഡിവൈഡഡ് ബൈ D2 + T. ഇതേപോലെ തന്നെ നമ്മളൊരു കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് എടുക്കുക. കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒന്നിലധികം ബെൽറ്റുകൾ കണക്ട് ചെയ്തുകൊണ്ട് ഒരു സീരീസ് ഓഫ് പവർ ട്രാൻസ്മിഷൻ ആണ് ആക്ച്വലി കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഒരു ഡ്രൈവർ പുള്ളി മറ്റൊരു ഡ്രിവൺ പുള്ളിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ആ ഡ്രിവൺ പുള്ളിയുടെ ഷാഫ്റ്റിൽ തന്നെ മറ്റൊരു പുള്ളിയും കൂടെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ പുള്ളി വേറൊരു പുള്ളിയുടെ
ഡ്രൈവർ പുള്ളിയായിട്ട് ആക്ട് ചെയ്യുന്നു. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് വൺ എന്താണ്, ഒന്നാമത്തെ പുള്ളി എന്ന് പറയുന്നത് ഡ്രൈവർ പുള്ളിയാണ്. രണ്ടാമത്തെ പുള്ളി ഇവിടെ കാണിച്ചിട്ടുള്ളത് ഡ്രിവൺ പുള്ളിയാണ്. ആ ഡ്രിവൺ പുള്ളിയുടെ ഷാഫ്റ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, മറ്റൊരു പുള്ളി കണക്ട് ചെയ്തിട്ടുണ്ട്, അതാണ് തേർഡ് പുള്ളി. അതെന്താണ്, ഫോർത്ത് പുള്ളിക്ക് വേണ്ടിയിട്ടുള്ള ഡ്രൈവർ പുള്ളിയാണ്. ആൻഡ് നാലാമത്തെ പുള്ളിനെ നമ്മൾ ഡ്രിവൺ പുള്ളി എന്ന് പറയും. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെന്റിലാണ് എന്ത് ചെയ്യുക, കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സോ ഇവിടെ ഒന്നിലധികം പുള്ളീസും അതേപോലെ തന്നെ ഒന്നിലധികം ഷാഫ്റ്റുകളും വരുന്നതുകൊണ്ട് തന്നെ ഇവിടുത്തെ വെലോസിറ്റി റേഷ്യോ, ഒരു കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവിന്റെ വെലോസിറ്റി റേഷ്യോ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് സ്പീഡ് ഓഫ് ദി ഡ്രിവൺ ഷാഫ്റ്റ് ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ദി ഡ്രൈവർ ഷാഫ്റ്റ് എന്നായിരുന്നു, അല്ലെങ്കിൽ ഡ്രൈവർ പുള്ളി എന്നായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയാണ്, സ്പീഡ് ഓഫ് ദി ലാസ്റ്റ് ഡ്രിവൺ ഷാഫ്റ്റ്. അവിടെയും എന്താണ്, ഡ്രിവൺ ഷാഫ്റ്റ് ബൈ ഡ്രൈവർ ഷാഫ്റ്റ് ആണ്, അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദി ഡ്രിവൺ പുള്ളി ബൈ ഡ്രൈവർ പുള്ളിയാണ്. അതിൽ ലാസ്റ്റ് ഡ്രിവൺ പുള്ളി ഏതാണോ, സ്പീഡ് ഓഫ് ദി ലാസ്റ്റ് ഡ്രിവൺ പുള്ളി ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ദി ഫസ്റ്റ് ഡ്രൈവർ പുള്ളി. അങ്ങനെയാണ് എന്ത് ചെയ്യേണ്ടത്, വെലോസിറ്റി റേഷ്യോ എടുക്കേണ്ടത്. സോ N4, ഫസ്റ്റത്തെ ഷാഫ്റ്റിന്റെ സ്പീഡ് N1, രണ്ടാമത്തെ ഷാഫ്റ്റിന്റെ N2, മൂന്നാമത്തത് N3. അപ്പോൾ N2 N3 എന്താണ്, ഈക്വൽ ആയിരിക്കും. ദെൻ N4. അപ്പോൾ അതിൽ N4 ഡിവൈഡഡ് ബൈ N1 എന്നുള്ളതാണ് ഇവിടുത്തെ വെലോസിറ്റി റേഷ്യോ. ഇനി ഡയമീറ്ററിന്റെ ടേംസിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ദി ഡയാ ഓഫ് ദി ഡ്രൈവേഴ്സ് ഡിവൈഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് ദി ഡയാ ഓഫ് ദി ഡ്രിവൺസ് എന്നാണ്. അപ്പോൾ ഡയമീറ്റർ ഓഫ് ദി ഡ്രൈവർ പുള്ളി, ഇവിടെ ഡ്രൈവർ പുള്ളി ഏതാണ്, 1ഉം 3ഉമാണ് ഡ്രൈവർ പുള്ളി. സോ D1 ഇൻറ്റു D3 ഡിവൈഡഡ് ബൈ പ്രൊഡക്റ്റ് ഓഫ് ഡയമീറ്റർ ഓഫ് ദ ഡ്രിവൺ ആണ്, ദാറ്റ് ഈസ് D2 ഇൻറ്റു D4. കോമ്പൗണ്ട് ബെൽറ്റ് ഡ്രൈവുകളുടെ കേസിൽ വെലോസിറ്റി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N4 ബൈ N1 ഈസ് ഈക്വൽ ടു D1 ഇൻറ്റു D3 ഡിവൈഡഡ് ബൈ D2 ഇൻറ്റു D4 എന്ന് വരും. സോ അത് ഓർത്ത് വെക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് പുള്ളി റേഷ്യോ ആണ്. പുള്ളി റേഷ്യോ ഓഫ് ബെൽറ്റ് ഡ്രൈവ്സ്. എന്താണ് പുള്ളി റേഷ്യോ? പുള്ളി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ തൊട്ട് മുൻപ് ഡിസ്കസ് ചെയ്ത വെലോസിറ്റി റേഷ്യോയുടെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ പുള്ളി റേഷ്യോ എന്ന് പറയാം. അപ്പോൾ അതെങ്ങനെ പറയാം, വെലോസിറ്റി ഓഫ് ദി ഡ്രൈവർ ഷാഫ്റ്റ് ഡിവൈഡഡ് ബൈ വെലോസിറ്റി ഓഫ് ദി ഡ്രിവൺ ഷാഫ്റ്റ് എന്നാവും. ഡയമീറ്ററിന്റെ ടേംസിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ദി ഡയമീറ്റർ ഓഫ് ദി ഡ്രിവൺ പുള്ളി ഡിവൈഡഡ് ബൈ ഡയമീറ്റർ ഓഫ് ദി ഡ്രൈവർ പുള്ളി എന്ന് വരും. ഓക്കെ, സോ പുള്ളി റേഷ്യോ ഈസ് ഈക്വൽ ടു D2 ബൈ D1 വിച്ച് ഈസ് ഈക്വൽ ടു N1 ബൈ N2. അത് ഓർത്ത് വെക്കുക. നേരത്തെ എന്താണോ പറഞ്ഞത് അതിന്റെ ജസ്റ്റ് റെസിപ്രോക്കൽ ആണ് എന്ത്, പുള്ളി റേഷ്യോ. ഇവിടെ ഡയമീറ്റർ ഓഫ് ദി ഡ്രിവൺ പുള്ളി ടു ദ ഡയമീറ്റർ ഓഫ് ദി ഡ്രൈവർ പുള്ളിയാണ്. ശരിക്കും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഡ്രിവൺ ബൈ ഡ്രൈവർ എന്ന് പറയുന്നത് ഡയമീറ്ററിന്റെ ടേംസിലാണ്. വെലോസിറ്റിയുടെ ടേംസിലാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് വെലോസിറ്റി ഓഫ് ഡ്രൈവർ പുള്ളി ടു ദി വെലോസിറ്റി ഓഫ് ദി ഡ്രിവൺ പുള്ളി എന്നാണ് വരിക. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പുള്ളി റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് സ്ലിപ്പ് ഓഫ് ദ ബെൽറ്റ് ആണ്. എന്താണ് സ്ലിപ്പ് ഓഫ് ദ ബെൽറ്റ്? സ്ലിപ്പ് ഓഫ് ദ ബെൽറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ബെൽറ്റ് ഡ്രൈവുകൾ ഉപയോഗിക്കുന്നത് പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അവിടെ ഉണ്ടാവുന്ന ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടുന്നത്. ബെൽറ്റും അതേപോലെ തന്നെ ഡ്രൈവർ പുള്ളിയും തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ ഡ്രിവൺ പുള്ളിയും ബെൽറ്റും തമ്മിൽ എന്തുണ്ടാവും, ഒരു ഫ്രിക്ഷൻ ഉണ്ടാവും. ഈ ഫ്രിക്ഷൻ പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ബെൽറ്റ് പുള്ളിയുടെ മുകളിൽ റൊട്ടേറ്റ് ചെയ്യുള്ളൂ. എന്നാൽ ഈ ഒരു ഫ്രിക്ഷൻ സഫീഷ്യന്റ് അല്ല എന്നുണ്ടെങ്കിൽ, അതായത് ബെൽറ്റും ഡ്രിവൺ പുള്ളിയും തമ്മിൽ എന്തില്ല, ഫ്രിക്ഷൻ കുറവാണ് എന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക, സ്വാഭാവികമായിട്ടും അവിടെ ആ ബെൽറ്റ് പുള്ളിയിൽ നിന്ന് തെന്നി മാറാൻ ശ്രമിക്കും. ബെൽറ്റും അതേപോലെ തന്നെ പുള്ളിയും തമ്മിൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പ്രോപ്പർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സഫീഷ്യന്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ആ ഒരു സ്ലിപ്പിനെയാണ് നമ്മൾ സ്ലിപ്പ് ഓഫ് ദ ബെൽറ്റ് എന്ന് പറയുന്നത്. അതായത് പുള്ളിയിൽ നിന്ന് ബെൽറ്റ് എന്ത് ചെയ്യുക, സ്ലിപ്പ് ചെയ്ത് പോവുക. അതിനെയാണ് നമ്മൾ സ്ലിപ്പ് ഓഫ് ദ ബെൽറ്റ് എന്ന് പറയുന്നത്. അതിന്റെ കാരണം എന്താണ്, അവിടെ ഇൻസഫീഷ്യന്റ് ആയിട്ടുള്ള ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കാരണമാണ്. സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്പീഡ് ഓഫ് ദി ഡ്രൈവർ പുള്ളി ആൻഡ് ദ ബെൽറ്റ്, ഓർ ബെൽറ്റ് ആൻഡ് ദ ഡ്രിവൺ പുള്ളി. ഡ്രൈവർ പുള്ളിയും ബെൽറ്റും തമ്മിലുള്ളതോ അല്ലെങ്കിൽ ബെൽറ്റും ഡ്രിവൺ പുള്ളിയും തമ്മിലുള്ള സ്പീഡുകൾ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ സ്ലിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവിടെ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് കുറവ് കാരണമാണ് എന്ത് ചെയ്യുന്നത്, സ്ലിപ്പ് സംഭവിക്കുന്നത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, സ്ലിപ്പ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് എപ്പോഴും പേഴ്സൻറ്റേജിലാണ്. സ്ലിപ്പ് പേഴ്സൻറ്റേജിലാണ് എക്സ്പ്രസ് ചെയ്യുക. അതായത് 10% സ്ലിപ്പ് ഒരു ബെൽറ്റ് ഡ്രൈവിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ 90% സ്പീഡ് മാത്രമേ ആ ബെൽറ്റ് ഡ്രൈവിന് ഉണ്ടാവുള്ളൂ. സ്ലിപ്പ് സംഭവിച്ചു കഴിഞ്ഞാൽ പവർ ട്രാൻസ്മിഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കില്ല, അല്ലേ? 100% ട്രാൻസ്ഫർ ചെയ്യേണ്ട പവറിനെ നമുക്ക് 90%, സ്ലിപ്പ് 10% സംഭവിച്ചാൽ 90% മാത്രമേ പവർ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ബെൽറ്റ് ഡ്രൈവുകൾ എന്തല്ല, ഒരു പോസിറ്റീവ് ഡ്രൈവ് അല്ല.
എന്നാൽ ഗിയർ ഡ്രൈവുകളോ ചെയിൻ ഡ്രൈവ് ഒക്കെ കൺസിഡർ ചെയ്യുമ്പോൾ അതെന്താണ്, ഒരു പോസിറ്റീവ് ഡ്രൈവാണ്. കംപ്ലീറ്റ് ആയിട്ടുള്ള പവറിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് ബെൽറ്റ് ഡ്രൈവുകളാണ് ചെയിൻ ഡ്രൈവും അതേപോലെ തന്നെ ഗിയർ ഡ്രൈവും. എന്നാൽ ബെൽറ്റ് ഡ്രൈവ് മുഴുവൻ പവറും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇത് ഒരു പോസിറ്റീവ് ഡ്രൈവ് അല്ല. ഇനി സ്ലിപ്പ് കാരണം അവിടെ വെലോസിറ്റി റേഷ്യോ കുറയും. ഈ സ്ലിപ്പ് ഉണ്ടാവാനുള്ള കാരണം പല കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, സ്ലിപ്പ് ഉണ്ടാവാം. ചിലപ്പോൾ ഹെവി ലോഡായിരിക്കാം, ലോഡ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, സ്ലിപ്പ് സംഭവിക്കും. ഇതേപോലെ തന്നെ ബെൽറ്റ് ലൂസാണ് എന്നുണ്ടെങ്കിൽ സ്ലിപ്പ് സംഭവിക്കും. അതേപോലെ ഡ്രൈവർ പുള്ളി ചെറുതാണ് എന്നുണ്ടെങ്കിലും സ്ലിപ്പ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഡ്രൈവർ പുള്ളി വളരെ ചെറുതാണെങ്കിലും സ്ലിപ്പ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്ലിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയും ബെൽറ്റും തമ്മിലുള്ള ആ ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയിൽ നിന്ന് ബെൽറ്റ് സ്ലിപ്പായി പോകുന്നതിനെയാണ് നമ്മൾ സ്ലിപ്പ് ഓഫ് ദ ബെൽറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ടേം നോക്കാം. അടുത്തതാണ് ക്രീപ്പ് ഓഫ് ദ ബെൽറ്റ്. എന്താണ് ക്രീപ്പ് ഓഫ് ദ ബെൽറ്റ്? നമുക്കറിയാം, ഒരു ബെൽറ്റ് ഡ്രൈവിൽ പുള്ളിയുടെ മുകളിലായിട്ട് തിരിയുമ്പോൾ അതിന് 2 സൈഡുകൾ ഉണ്ട് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇതിൻ്റെ ഈ താഴ്ഭാഗത്തെ സൈഡിനെ നമ്മൾ സ്ലാക്ക് സൈഡ് എന്നും മുകൾ ഭാഗത്തെ സൈഡിനെ നമ്മൾ ടൈറ്റ് സൈഡ് എന്നും പറയും. എങ്ങനെയാണ് ഈ സൈഡുകൾ വേർതിരിക്കുന്നത്? സ്ലാക്ക് സൈഡിൽ ടെൻഷൻ വളരെ കുറവായിരിക്കും, എന്നാൽ ടൈറ്റ് സൈഡിൽ ആ ബെൽറ്റിലുള്ള ടെൻഷൻ എന്തായിരിക്കും, മാക്സിമം ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ടൈറ്റ് സൈഡിൽ നിന്ന് സ്ലാക്ക് സൈഡിലേക്കും അതേപോലെ തന്നെ സ്ലാക്ക് സൈഡിൽ നിന്ന് ടൈറ്റ് സൈഡിലേക്കും ബെൽറ്റ് മൂവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ടൈറ്റ് സൈഡിൽ നിന്ന് സ്ലാക്ക് സൈഡിലേക്ക് ഒരു ബെൽറ്റ് വരുമ്പോൾ ടെൻഷൻ കുറയാണ് അല്ലേ. ഇവിടെ കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു ഭാഗത്ത് നിന്ന് ടെൻഷൻ കുറഞ്ഞൊരു ഭാഗത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ബെൽറ്റ് കോൺട്രാക്ട് ചെയ്യുകയും സ്ലാക്ക് സൈഡിൽ നിന്ന്, അതായത് ടെൻഷൻ ഇല്ലാത്ത ഒരു സൈഡിൽ നിന്ന് ടെൻഷൻ ഉള്ള ഒരു സൈഡിലേക്ക് നമ്മളുടെ ബെൽറ്റ് മൂവ് ചെയ്യുമ്പോഴേക്കും ബെൽറ്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യും. സോ ഇങ്ങനെ ഒരു ലെങ്ത്തിൽ ഒരു ചേഞ്ച് വേരിയേഷൻ വരികയാണ് അല്ലേ. ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് കോൺട്രാക്ട് ചെയ്യുന്നു, ഇവിടെ എത്തുമ്പോഴത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. സോ ഇങ്ങനെ ബെൽറ്റിൽ വരുന്ന ഈ ഒരു വേരിയേഷൻ ഇൻ ദ ലെങ്ത്തിൽ വരുന്ന ഈ വേരിയേഷൻ കാരണമാണ് ക്രീപ്പ് ഉണ്ടാവുന്നത്. സോ ക്രീപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when the belt passes from slack side to the tight side, a certain portion of the belt extend and it contracts again when the belt passes from the ടൈറ്റ് സൈഡ് ടു ദ സ്ലാക്ക് സൈഡ്. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഒരു സൈഡിൽ നിന്ന് മറ്റൊരു സൈഡിലേക്ക് പോകുമ്പോൾ കോൺട്രാക്ട് ചെയ്യുകയും സ്ലാക്ക് സൈഡിൽ നിന്ന് ടൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഈ ഒരു ലെങ്ത്തിൽ വരുന്ന ചേഞ്ച്, ദർ ഇസ് എ റിലേറ്റീവ് മോഷൻ ബിറ്റ്വീൻ ദ ബെൽറ്റ് ആൻഡ് ദ പുള്ളി. സോ ഈ ഒരു ലെങ്ത്തിന്റെ വേരിയേഷൻ കാരണം പുള്ളിയും ബെൽറ്റും തമ്മിൽ എന്തുണ്ടാവും, റിലേറ്റീവ് മോഷൻ ഉണ്ടാവും അല്ലേ. അത് ഒന്നൊന്നിനേക്കാൾ അധികമായി സഞ്ചരിക്കുന്നു. സോ ഈ ഒരു റിലേറ്റീവ് മോഷനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് വിളിക്കുന്നത്. സോ ക്രീപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, പുള്ളിയും ആ ബെൽറ്റിന്റെ ഈ ഒരു ഫിനോമിന കാരണം അവിടെ ഉണ്ടാവുന്ന ബെൽറ്റിൽ വരുന്ന ചേഞ്ചിന്, ബെൽറ്റിന്റെ ലെങ്ത്തിൽ വരുന്ന ചേഞ്ച് കാരണം അവിടെ ഉണ്ടാവുന്ന റിലേറ്റീവ് മോഷനെയാണ് നമ്മൾ ക്രീപ്പ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ക്രൗണിങ് ഓഫ് ദ പുള്ളീസ്. എന്താണ് ക്രൗണിങ് ഓഫ് ദ പുള്ളി? സോ ക്രൗണിങ് ഓഫ് ദ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ സർഫസിന് ഒരു കോൺവെക്സ് ഷേപ്പ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. കോൺവെക്സ് ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഈ ഒരു റിം ഉണ്ടല്ലോ, ഈ പുള്ളിയുടെ റിമ്മിന്റെ സെന്റർ പോർഷൻ ഒരു ഹമ്പ് പോലെ കുറച്ച് ഹൈറ്റ് കൂട്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, കൊടുത്തിട്ടുണ്ടാവും. സോ അങ്ങനെ അതിന്റെ ആ ടോപ്പ് മോസ്റ്റ് പോയിന്റ് നമുക്കറിയാം, ഇങ്ങനെ ഒരു ക്രൗണ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ക്രൗണിങ് ഓഫ് ദ പുള്ളി എന്ന് പറയുന്നത്. ആ ഒരു കോൺവെക്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതിനെ, ആ കോൺവെക്സ് ഷേപ്പ് കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ക്രൗണിങ് ഓഫ് ദ പുള്ളി എന്ന് പറയുന്നത്. ആ ടോപ്പ് പോയിന്റിനെ നമ്മൾ ക്രൗൺ എന്ന് പറയും. അങ്ങനെ ആ പ്രൊവൈഡ് ചെയ്യുന്ന ഷേപ്പിനെയാണ് നമ്മൾ ക്രൗണിങ് ഓഫ് ദ പുള്ളി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പുള്ളിയുടെ റിമ്മിന്റെ ഔട്ടർ സർഫസ് അല്ലെങ്കിൽ മുകൾ ഭാഗത്തുള്ള സർഫസിനെ നമ്മളൊരു കോൺവെക്സ് ഷേപ്പ് കൊണ്ടുവരാനുള്ള കാരണം? നമുക്കറിയാം, 1-2 കാരണങ്ങളാണ് നമ്മൾ ഇങ്ങനെ ക്രൗണിങ് ഓഫ് പുള്ളി പ്രൊവൈഡ് ചെയ്യാനുള്ള കാരണം. മെയിൻ ആയിട്ടുള്ള ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ക്രൗണിങ് ഓഫ് പുള്ളി കൊടുക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്, 2 ഷാഫ്റ്റുകൾ, അതായത് നമ്മൾ കൊടുക്കുന്ന ഡ്രൈവർ ഷാഫ്റ്റും ഡ്രിവൺ ഷാഫ്റ്റും പാരലൽ ആയിട്ടല്ല നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ബെൽറ്റ് എന്ത് ചെയ്യും, അതിന്റെ സർഫസിൽ നിന്ന് തെന്നി മാറാനുള്ള സാധ്യതയുണ്ട്. സോ ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഈ സ്ലിപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ക്രൗണിങ് ഓഫ് ദ പുള്ളി പ്രൊവൈഡ് ചെയ്യുന്നത്. അതാണ് ഇതിന്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. രണ്ടാമതായിട്ട്, ബെൽറ്റ് എപ്പോഴും ആ റിമ്മിന്റെ സെന്ററിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് സെന്ററിൽ എന്ത് ചെയ്തിരിക്കുന്നത്, ക്രൗണിങ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ 2 കാരണങ്ങൾ കൊണ്ടാണ് ക്രൗണിങ് ഓഫ് ദ പുള്ളി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന്, 2 ഷാഫ്റ്റുകൾ പാരലൽ അല്ല എന്നുണ്ടെങ്കിൽ സ്ലിപ്പിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ബെൽറ്റിനെ പുള്ളിയുടെ സെന്ററിൽ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുമാണ് ഈ ക്രൗണിങ് ഓഫ് ദ പുള്ളി പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ക്രൗണിങ് ഓഫ് ദ പുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ദ സ്ലൈറ്റ് കോൺവെക്സിറ്റി പ്രൊവൈഡഡ് ഓൺ ദ പുള്ളി സർഫസ് ടു കീപ് ദ ബെൽറ്റ് ഇൻ ദ സെന്റർ. എങ്ങനെയാണ് ഇരിക്കുന്നുണ്ടാവുക, അതിന്റെ സെന്റർ പോർഷൻ കുറച്ച് ഹമ്പ് ഇൻ ദ മിഡിൽ ആൻഡ് ടേപ്പറിംഗ് ഓഫ് എവർ സോ സ്ലൈറ്റ്ലി ടുവേർഡ്സ് ദി എയ്തർ എഡ്ജ്. 2 ഭാഗത്തേക്കും ഒരു ടേപ്പറിംഗ് പോലെ സെന്റർ പോർഷൻ കുറച്ച് റൈസ് ചെയ്ത് ഹമ്പ് പോലെ ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതിനെയാണ് നമ്മൾ ക്രൗണിങ് ഓഫ് ദ പുള്ളി എന്ന് പറയുന്നത്.
ഇനി അടുത്ത ടേം നോക്കാം, ബെൽറ്റ് ഡ്രസ്സിങ്. എന്താണ് ബെൽറ്റ് ഡ്രസ്സിങ്? ബെൽറ്റ് ഡ്രസ്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെൽറ്റിൻ്റെ ഗ്രിപ്പ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ബെൽറ്റും പുള്ളിയും തമ്മിലുള്ള ഗ്രിപ്പ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ബെൽറ്റിൻ്റെ ഇന്നർ സർഫസിൽ ഒരു റെസിൻ നമ്മൾ അപ്ലൈ ചെയ്യും. അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബെൽറ്റ് ഡ്രസ്സിങ് എന്ന് പറയുന്നത്. ബെൽറ്റ് ഡ്രസ്സിങ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ ഗ്രിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓൾസോ ഇറ്റ് വിൽ അപ്ലൈ ടു കീപ് ദ ബെൽറ്റ് ഫ്രം ക്രാക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഗ്രിപ്പ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ റെസിൻ കൊടുക്കുക. റെസിൻ സാധാരണയായിട്ട് കൊടുക്കാറുള്ളത്, അല്ലെങ്കിൽ റെസിൻ അപ്ലൈ ചെയ്യുന്നത് ടാലോ അല്ലെങ്കിൽ പൗഡേർഡ് റെസിനാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ബെൽറ്റിൻ്റെ ഇന്നർ സർഫസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ ജനറൽ ആയിട്ട് പഠിക്കേണ്ട ബെൽറ്റ് ഡ്രൈവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെർമിനോളജി. ഇനി നമുക്ക് ബെൽറ്റ് ഡ്രൈവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, വെൻ ദ പവർ ഹാസ് ടു ബി ട്രാൻസ്മിറ്റഡ് ഫോർ എ ലോങ്ങർ ഡിസ്റ്റൻസ് ഡാഷ് ഡ്രൈവ് ഈസ് പ്രിഫേർഡ്. പവർ നമുക്ക് ഒരുപാട് ദൂരത്തേക്ക് നമുക്ക് ട്രാവൽ ചെയ്യിപ്പിക്കണം, ഒരുപാട് ദൂരത്തേക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊടുക്കുന്ന ഡ്രൈവ്, ടൈപ്പ് ഓഫ് ഡ്രൈവ് ഏതാണെന്നുള്ളതാണ്. അതെന്താണ്? ബെൽറ്റ് ഡ്രൈവാണ്. ബെൽറ്റ് ഡ്രൈവാണ് ലോങ്ങർ ഡിസ്റ്റൻസിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക. ചെയിൻ ഡ്രൈവും ഗിയർ ഡ്രൈവും ഒക്കെ എന്താണ്, അതിൻ്റെ കമ്പാരിറ്റീവ്ലി അതിൻ്റെ ഷാഫ്റ്റുകൾ തമ്മിലുള്ള ദൂരം എന്തായിരിക്കും, കുറവായിരിക്കും. സോ പവർ ഹാസ് ടു ബി ട്രാൻസ്മിറ്റഡ് ഫോർ എ ലോങ്ങർ ഡിസ്റ്റൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഡ്രൈവ് എന്ന് പറയുന്നത് ബെൽറ്റ് ഡ്രൈവാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ഡാഷ് മെറ്റീരിയൽ ഈസ് യൂസ് ടു മേക്ക് ബെൽറ്റ്. ബെൽറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണ്? ബെൽറ്റുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒന്ന് ലെതർ ബെൽറ്റുകളുണ്ട്, അതേപോലെ തന്നെ റബ്ബർ ബെൽറ്റുകളുണ്ട്, ബലാട്ട ബെൽറ്റുകളുണ്ട് അല്ലേ. ബലാട്ടയുടെ ഗം ഉപയോഗിച്ചുകൊണ്ട്, റബ്ബർ പോലെ തന്നെയാണ് ഉണ്ടാവുക, ബലാട്ടയുടെ ഗം ഉപയോഗിച്ചുകൊണ്ടാണ് ബെൽറ്റ് ഉണ്ടാക്കുക. ആസിഡ് പ്രൂഫ് ആണെന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞു. ഇതേപോലെ തന്നെ കോട്ടൺ അല്ലെങ്കിൽ ഫാബ്രിക് ബെൽറ്റുകളുണ്ട്. ഇങ്ങനെ ഈ 4 മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് മെയിനായിട്ടും ബെൽറ്റുകൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ നോക്കി അറിയാം, റബ്ബർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബെൽറ്റുകൾ ഉണ്ടാക്കുന്നത്. റബ്ബർ അല്ലാതെ ലെതർ ഉപയോഗിച്ചിട്ടുണ്ടാക്കും, ബലാട്ട ഗം ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ബലാട്ടയുടെ മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഫാബ്രിക് ബെൽറ്റുകളും ഫോം ചെയ്യും. കാസ്റ്റ് അയണും കോപ്പറും സിങ്കും ഒന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ബെൽറ്റുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, എ ക്രോസ് ബെൽറ്റ് ട്രാൻസ്മിറ്റ്. ഒരു ക്രോസ് ബെൽറ്റ് ഡ്രൈവ് പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവുകൾ അപേക്ഷിച്ച് എങ്ങനെയാണ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം, ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പാരലൽ ഷാഫ്റ്റുകൾക്കിടയിൽ ബെൽറ്റ് മൂവ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ പുള്ളീസ് റൊട്ടേറ്റ് ചെയ്യുന്നത് ഒരേ ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ അതിന് ഓപ്പൺ ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയും. 2 ബെൽറ്റുകളും തമ്മിൽ എവിടെയും മീറ്റ് ചെയ്യുന്നൊന്നുമില്ല. എന്നാൽ ക്രോസ് ബെൽറ്റ് ഡ്രൈവിൽ എന്താണ്, ഈ ഒരു അറേഞ്ച്മെൻറ്റിലാണ് ബെൽറ്റുകൾ റൺ ചെയ്യുന്നത്. അതായത് 2 പുള്ളീസും റൺ ചെയ്യുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഒന്ന് ക്ലോക്ക് വൈസിലാണെന്നുണ്ടെങ്കിൽ മറ്റൊന്ന് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും പുള്ളീസ് മൂവ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഏത് ബെൽറ്റിലാണ് പവർ കൂടുതലായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആർക്ക് ഓഫ് കോണ്ടാക്ട് കൂടുതൽ ഏതിനാണോ അതായിരിക്കും കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, ഈ ഒരു അറേഞ്ച്മെൻറ്റ് കാരണം ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, അറേഞ്ച്മെൻറ്റ് വരുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ഓപ്പൺ ബെൽറ്റ് ഡ്രൈവുകൾ എന്താണ്, 2 ഷാഫ്റ്റ് ഇങ്ങനെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബെൽറ്റ് പോകുന്നത് നേരെ ഇതിൻ്റെ മുകളിലേക്കാണ്. അപ്പോൾ ഇവിടെ ഇത് ക്രോസ് ഡയറക്ഷനിൽ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇവിടെ ആർക്ക് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ബെൽറ്റ് ആൻഡ് ദ പുള്ളി ഇൻക്രീസസ് അല്ലേ. ബെൽറ്റും അതേപോലെ തന്നെ പുള്ളിയും തമ്മിലുള്ള ആർക്ക് ഓഫ് കോണ്ടാക്ട് കൂടുതലാണ്. അതേപോലെ തന്നെ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്, ഒന്ന് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആണ് അല്ലേ, ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് എങ്ങനെ ഉണ്ടാവും, ആർക്ക് ഓഫ് കോണ്ടാക്ട് കൂട്ടിക്കഴിഞ്ഞാൽ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഉണ്ടാവും. സോ വിച്ച് വിൽ ട്രാൻസ്മിറ്റ് മോർ പവർ ദാൻ ആൻ ഓപ്പൺ ബെൽറ്റ്. അപ്പോൾ ക്രോസ് ബെൽറ്റ് ഡ്രൈവുകൾക്ക് ഒരു ഓപ്പൺ ബെൽറ്റ് ഡ്രൈവുകളേക്കാൾ കൂടുതൽ പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ കഴിയും. അതിന് കാരണം എന്താണ്, അവിടെ ആർക്ക് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ബെൽറ്റ് ആൻഡ് ദ പുള്ളി ഈസ് മോർ. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, വിച്ച് ടൈപ്പ് ഓഫ് ബെൽറ്റ് ഡ്രൈവ് യു വിൽ പ്രൊവൈഡ് ഫോർ കണക്ടിങ് 2 ഷാഫ്റ്റ് ഹൂസ് ആക്സിസ് ആർ എ റൈറ്റ് ആംഗിൾ ടു ഈച്ച് അതർ. 2 ഷാഫ്റ്റുകളുടെ ആക്സിസുകൾ റൈറ്റ് ആംഗിൾ ആയിട്ടാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ബെൽറ്റ് ഡ്രൈവ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം, 90 ഡിഗ്രിയിൽ ഇരിക്കുന്ന 2 ഷാഫ്റ്റുകൾ തമ്മിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ് ആണ് അല്ലേ. നമ്മളിത് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ചില കേസുകളിൽ എന്ത് ചെയ്യും, ഒരു ഗൈഡ് പുള്ളി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, ഗൈഡ് പുള്ളി പ്രൊവൈഡ് ചെയ്യാത്ത ടൈപ്പ് ഓഫ് ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവുകളും ഉണ്ട്. എന്താണെങ്കിലും 90 ഡിഗ്രിയിൽ ആക്സിസ് തിരിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഷാഫ്റ്റിൻ്റെ ആക്സിസ് തിരിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന ബെൽറ്റ് ഡ്രൈവ് എന്ന് പറയുന്നത് ക്വാർട്ടർ ടേൺ ബെൽറ്റ് ഡ്രൈവ് ആണ്. ഇനി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം, ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി ഡ്രൈവ് ഈസ് യൂസ്ഡ് വെൻ. എപ്പോഴാണ് ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി ഡ്രൈവ് ഉപയോഗിക്കുന്നത്?
നമുക്കറിയാം ഡ്രൈവിംഗ് ഷാഫ്റ്റിനെ ഇന്റർഫിയർ ചെയ്യാതെ തന്നെ ഡ്രിവൺ ഷാഫ്റ്റിനെ നമുക്ക് ഓഫ് ആക്കാനും ഓൺ ആക്കാനും സാധിക്കുന്ന അല്ലെങ്കിൽ സാധിക്കേണ്ടുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി എന്ന് പറയുന്നത് ഒരു ഷാഫ്റ്റിൽ ഫാസ്റ്റ് ആയിട്ടുള്ളതും അതേപോലെ തന്നെ ലൂസ് ആയിട്ടുള്ള പുള്ളീസും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടാവും. സോ നമുക്ക് എപ്പോഴാണോ നമുക്ക് അത് ഓഫ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓൺ ചെയ്യേണ്ടത് ആ സമയത്തേക്ക് നമ്മൾ ഈ ബെൽറ്റിനെ ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. ഫാസ്റ്റ് പുള്ളിയുടെ മുകളിലോട്ടോ അല്ലെങ്കിൽ ലൂസ് പുള്ളിയുടെ മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഡ്രൈവിംഗ് പുള്ളീനെ ഇന്റർഫിയർ ചെയ്യാതെ തന്നെ ഡ്രിവൺ ഷാഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയും സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. സോ ഫാസ്റ്റ് ആൻഡ് ലൂസ് പുള്ളി നമ്മൾ ഉപയോഗിക്കുന്നത് where the driven shaft is used to start or stop whenever desired without interfacing the driving shaft എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.